മലയാളികൾക്ക് എന്നും ഏറെ പ്രിയപ്പെട്ട കലാകാരനാണ് നടൻ കലാഭവൻ നവാസ്. അദ്ദേഹത്തിൻ്റെ അകാല വിയോഗം മലയാളികളെ തെല്ലൊന്നുമല്ല സങ്കടപ്പെടുത്തിയത്. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ സഹപ്രവർത്തകനായ വിനോദ് കോവൂറിൻ്റെ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. എന്താണ് ഷൂട്ടിംഗ് സെറ്റിൽ അന്ന് സംഭവിച്ചതെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായി. ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെങ്കിലും ഷൂട്ടിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി പുറത്തേക്ക് പോയില്ല. ആശുപത്രിയിൽ പോവാതെ അഭിനയം തുടർന്നു. അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി നവാസിനെ തേടിയെത്തിയിരുന്നു. പ്രകമ്പനം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ഒടുവിൽ അഭിനയിച്ചത്. എന്തു തന്നെയാണെങ്കിലും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കലാകാരൻ തന്നെയാണ് കലാഭവൻ നവാസ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഓരോ ഷോകളും മലയാളികൾക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു എന്ന് തന്നെ പറയാം. നമ്മൾ ഏവരും ഇഷ്ടപ്പെടുന്ന കലാകാരുടെ വിയോഗം നമുക്ക് വളരെയധികം വലിയ വേദനകളാണ് സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ പല വേദനകളും നമുക്ക് പെട്ടെന്നൊന്നും സ്വീകരിക്കാനും സാധിക്കില്ല. നെഞ്ചുവേദനയുണ്ടായി ഷൂട്ടിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി നവാസ് ആശുപത്രിയിൽ പോയില്ല എന്ന വാർത്ത ഇപ്പോൾ പലരും ചർച്ച ചെയ്യുകയാണ്. നവാസിക്ക എന്തൊരു പോക്കായത്! വിവരമറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണേന്ന് ആഗ്രഹിച്ചു. പക്ഷേ കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി 11 മണിക്ക് ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ച് ഉറങ്ങുകയാണോന്ന് തോന്നി കവിടത്ത് തട്ടി നവാസിക്ക എന്ന് വിളിച്ചു നോക്കി. കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല. ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിന് ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസിക്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു. ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ 5 മണി വരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസിക്ക കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഇത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഓരോരുത്തരുടെയും ജീവൻ ഒരു നീർക്കുമിളയാണ്. സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായെന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയച്ചൊല്ലിൽ മുഴുകുകയായിരുന്നു നവാസ്. എന്തു തന്നെയാണെങ്കിലും കലാഭവൻ നവാസിൻ്റെ വിയോഗം തെല്ലൊന്നുമല്ല നമ്മളെ സങ്കടപ്പെടുത്തുന്നത്.